കണ്ണു തുറന്ന് നോക്ക്. അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറുന്ന കാണുന്നില്ലേ? എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഒരു കാടളകി വരുന്നുണ്ട്. ആരൊക്കെ ഇത്? ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. എവിടെ പോവാ? ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. ഇതിനപ്പുറം കടന്നാൽ വരവിട്ട് പോന്നൂലേ. ചേച്ചിനെ കണ്ടപ്പോ ഒരു സന്തോഷം തോന്നി, പെട്ടെന്ന് അങ്ങ് പോകുന്ന. ചേച്ചിനെ കണ്ടപ്പോ ഒരു സന്തോഷം തോന്നി, പെട്ടെന്ന് അങ്ങ് പോകുന്ന. അന്നൊരു കെട്ടിപ്പിടി തരാന്ന് പറയാ. മോനെ സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. ഇദ്ദേഹം പെരേര, അലൻ ജോസ്. അലൻ ജോസ് പെരേര. ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. അപ്പം രണ്ടുപേരും എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ചെറുതായിട്ട് ഞങ്ങളൊരു ചെറിയ സ്കിറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ആരംഭിക്കുന്നു, നിങ്ങൾ അനുഭവിച്ചാലും. ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു സംഭവം. താൻ ഈയിടെ സോഷ്യൽ മീഡിയ കിടന്ന ഒരു കാര്യം പറഞ്ഞല്ലോ, ഞാൻ റിവ്യൂ പറയുമ്പോൾ ഡാൻസ് കളിക്കില്ലാന്ന് പറഞ്ഞല്ലോ. താഴത്തുനിന്ന് എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കേരളാണ്. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. ഞാൻ പഞ്ചായത്ത് ചേട്ടനിലെ റിവ്യൂ ഇവിടെ എന്ന് പറഞ്ഞു. അപ്പൊ താൻ പറഞ്ഞിരിക്കുന്നത് ഡാൻസ് കളിക്കില്ല റിവ്യൂ പറയുമ്പോ എന്നുള്ളൊരു എല്ലാവരോടും പറഞ്ഞൊരു കാര്യം. അപ്പൊ ഒന്ന് കാണട്ടെ. ഇതെന്താ ഫാൻസി ഡ്രസ്സോ? ഓടി, ഇതെന്റെ സ്വന്തം ഡ്രസ്സാ. പഞ്ചായത്ത് ജെട്ടി, ഗംഭീരമായ ജെട്ടി, ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്. ആറാടുന്ന ജെട്ടി. ഇപ്പൊ പിടിച്ചാ നടത്തിക്കൊണ്ട് പോകാം. കുറച്ചു കഴിഞ്ഞാൽ ചങ്ങലക്കിടേണ്ടി വരും. വട്ടായി തുടങ്ങി. എന്തോ കുഴപ്പമുണ്ടല്ലോ. ആറാടുന്ന ജെട്ടി, സ്വന്തമായിട്ടൊരു ജെട്ടി, ഏറെ നാളായി കൊതിച്ചോരെ സ്വന്തമായിട്ടിരിക്കട്ടെ കവാലം ജെട്ടി. സിനിമ താരെ പഞ്ചായത്ത് ജെട്ടി. സഹോദര, അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, ഭ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ. ഞാനൊരു കാര്യം പറയാം. താനെ എത്ര കഴിഞ്ഞിട്ട് കുറച്ചേരായി. ബാഹുലേൻ, നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള മൂവി റിവ്യൂയിങ് സ്റ്റൈൽ തന്നെ. ഇതാണോടാ സംസ്കാരം? എടാ നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കല. ഈ ഡാൻസ് കളിക്കില്ലാണ്ടാണ് റിവ്യൂ പറയുന്നത്, പക്ഷെ കളിച്ചോണ്ടിരിക്കുമ്പോ ഡാൻസ് അറിയാണ്ട് വരും. ഇത് നിനക്കുള്ള അടിയല്ല, നിന്റെ അച്ഛനുള്ള അടിയാ. ഇമാര് ഉരുപ്പടിനൊക്കെ ഭൂമിയിലോട്ട് ഇറക്കുന്നതിന് കേട്ടാ. ഇപ്പൊ കളിക്കാറില്ല. ഞാൻ ഇപ്പൊ വ്യത്യസ്തമായിട്ട് ചെയ്യുന്നുള്ള കണ്ടന്റ് ആയിട്ട്. ഭയങ്കരമായ ആള്. എന്തോ ഒരു മിമിക്രി രണ്ടു കൂടിയുള്ളത്. കഴിഞ്ഞോ? ഇല്ല സാർ, ഇതിനൊരു അന്ത്യമില്ലേ? അപ്പൊ ഞാന് സൗണ്ട് തോമയുടെ ശബ്ദം ചെയ്യുന്നത്. അപ്പൊ ഞാനാണോ അത് പെരേരയാണോന്ന് ഓഡിയൻസ് പറഞ്ഞത് നല്ലതായിരിക്കും. നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? ഈ എങ്ങനെയുണ്ട് അച്ചു? എനിക്ക് എന്തിന്റെ കേടായിരുന്നു. വെറുതെ ചിരിപ്പിക്കരുത്. ഒന്നരമായിരിക്കുന്നു. വെറുതെ പറയണമെന്ന് വിചാരിക്കരുത്. വണ്ടർഫുൾ. ഞാൻ ഫോണിൽ ഭാഷ. നിനക്ക് വല്ലതും മനസ്സിലായോ? ഇല്ല. എനിക്കൊന്നും മനസ്സിലായില്ല. പട്ടണത്തിൽ ഭൂതം എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. അതിൽ മമ്മൂക്കാടെ ഒരു വോയിസ് ചെയ്യാറുണ്ട്. അത് പറഞ്ഞിട്ട് ഇങ്ങനെ ഡാൻസ് ഒക്കെ പുള്ളി കളിക്കും. അയ്യോ, ഇതിനൊരു അന്ത്യമില്ലേ? പാട്ടുപാടി ഞാൻ മറക്കും. കാണ്ടാമൃഗത്തെ വേണേ കണ്ടോ? അങ്ങോട്ട് നോക്കിയാ മതി, ദേ അവിടെ ഇടയ്ക്ക് വരാറുണ്ട്. അതെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പെട്ടി ഓട്ടോറിക്ഷ എത്ര പെയിന്റ് അടിച്ചാലും BMW ആവൂലട്ടാ. അപ്പൊ എന്തായാലും കാണാം. അടുത്ത ബാച്ചിന് കയറാം. ആംബുലൻസ്. ഞാൻ പോകുന്നു. ബൈ ബൈ.